എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. നമ്മുടെ സമൂഹത്തിലെ ഒരു പണ്ഡിതൻ രോഗശയ്യയിലാണെന്നുള്ള കാര്യം നമ്മളെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അറിവിന്റെ പ്രകാശം പകരുന്ന പണ്ഡിതർ സമൂഹത്തിനാകെ മാർഗദർശകരാണ്. അവർ ഇല്ലാത്തിടത്ത് ഇരുട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അറിവ് ഒരുപോലെ എടുത്തു കളയുകയല്ല, പണ്ഡിതന്മാരുടെ മരണത്തോടു കൂടിയാണ് അറിവ് ഇല്ലാതാകുന്നത്. അതുകൊണ്ടാണ് ഒരു പണ്ഡിതൻ രോഗബാധിതനാകുമ്പോൾ അത് വെറുമൊരു വ്യക്തിയുടെ പരീക്ഷണമല്ലാതാകുന്നത്, മറിച്ച് മുഴുവൻ സമൂഹത്തിന്റെയും പരീക്ഷണമാണ്. എന്നിരുന്നാലും വിശ്വാസികൾക്കുണ്ടാകുന്ന രോഗങ്ങളും കഷ്ടപ്പാടുകളും വെറുതെയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആരെയെങ്കിലും സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കും. ഒരു വിശ്വാസിക്ക് വരുന്ന രോഗവും വിഷമവും കണ്ണുനീരും അവന്റെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. അതിനാൽ നമ്മുടെ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അനുഭവിക്കുന്ന ഈ രോഗം അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കരുണയും ക്ഷമയും നേടിക്കൊടുക്കുന്നതും നമ്മൾക്കായി ഒരു മുന്നറിയിപ്പുമാണ്. അറിവിനെ വിലമതിക്കണമെന്നതിനും പണ്ഡിതന്മാരുടെ സേവനം ജീവിതകാലത്ത് തന്നെ തേടണം എന്നതിനും നമുക്കെല്ലാവർക്കും ചേർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനായി അള്ളാഹുവോട് ഹൃദയത്തിൽ നിന്ന് തന്നെ ദുആയിരക്കാം. പ്രിയ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ സമൂഹത്തിനുള്ള ഏറ്റവും വലിയ സമ്പത്താണ്. അവർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിതെറ്റിപ്പോയൊരു കപ്പല് പോലെ ആയിരിക്കും. ഖുർആൻ തന്നെ പറയുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയല്ല എന്ന്. ഞാൻ രോഗബാധിതനാണെന്നും അതുമൂലം എനിക്ക് നമസ്കരിക്കാൻ പോലും പ്രയാസമാണെന്നും പറഞ്ഞ ഖാസിമി ഉസ്താദിന്റെ ഈ വാക്കുകൾ കേട്ടവരെയെല്ലാം വേദനപ്പെടുത്തി. പ്രിയപ്പെട്ട ഉസ്താദ് ഇപ്പോൾ ചികിത്സയിലാണെന്നും എന്ത് രോഗത്തിലാണ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഇപ്പോൾ വേദന അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. അള്ളാഹു അവൻ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങളും പ്രയാസങ്ങളും നൽകി ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നു. അത് അവർക്ക് തന്നെ വലിയൊരു നേട്ടമായി മാറുവാൻ വേണ്ടി അള്ളാഹു പ്രിയപ്പെട്ട ഉസ്താദിന്റെ രോഗങ്ങളെല്ലാം മാറ്റി നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉസ്താദിനെ വിട്ടുകളയല്ലേ. ഒരു പണ്ഡിതൻ സമൂഹത്തിന്റെ വിളക്കാണ്, അതണഞ്ഞാൽ പിന്നെ ഇരുട്ടാണ്. അല്ലാഹു, എനിക്ക് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട്, നീ ശിഫ പടച്ചവനെ. എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങളൊക്കെ മാറ്റണേ റഹ്മാൻ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ ദുആയിക്ക് ഇജാബത്ത് നൽകണേ റഹ്മാൻ. ഇസ്സത്ത് നിലനിർത്തണേ പടച്ചവനെ. പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങളുടെ കൂട്ടുകാരൻ, ബഹുമാനപ്പെട്ട കേരളക്കരയിലെ പ്രഭാഷണ വേദികളെ ഇതിഹാസമായി മാറിയ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് രോഗിയാണ് റഹ്മാനെ. ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ് റഹ്മാനെ. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ പുന്നാര ബദിരീങ്ങളുടെ പേരിൽ ഇരുന്നു കൊണ്ട് 10,000 ലൈവിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുന്ന സദസ്സാണ്. അള്ളാഹ് കേരളക്കരയിലെ എത്രയോ ആയിരങ്ങൾക്ക് ഇൽമ പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദാണ് റബ്ബേ. ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എറണാകുളത്തുള്ള ലൂർദ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണം റഹ്മാനെ. ഖൈറിന്റെ വാതായനങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഉസ്താദ് അവർക്ക് എന്ത് വിഷമമുണ്ടോ, എന്ത് പ്രയാസങ്ങളുണ്ടോ, എന്ത് ആപത്തുകളുണ്ടോ എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് മരിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم.